സാറേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഓ അത് ശരി. എത്രയാ? വേണ്ട സാറേ, ഒന്നും വേണ്ട. എന്നാ ശരി. ആ എന്തു പറ്റി നേരത്ത്? ഒന്നും പറയണ്ടടി, വണ്ടി കംപ്ലൈന്റ് ആയി, വർക്ക്ഷോപ്പിലാ. കർത്താവേ, ഇനി അതിനും കാശുണ്ടാക്കണോ? മോളെന്തേ? അവളത് അവിടെ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. പായസോ? എന്താടി വിശേഷം? വിശേഷമെല്ലാം വേണോ നിങ്ങളുടെ മോൾക്ക് ഓരോന്ന് തോന്നാൻ? ആ, അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, നിനക്ക് എന്തിന്റെ കേടാ? പറയുന്ന എല്ലാം സാധിച്ചു കൊടുത്താ പിള്ളേര് വഷളാകത്തേ ഉള്ളൂ. ഓ, അവള് തുടങ്ങി. പഴയ കാലമൊന്നുമല്ല, പിള്ളേരെ സൂക്ഷിച്ച് വളർത്തണം, പ്രത്യേകിച്ച് പെൺപിള്ളേരെ. പെൺപിള്ളേരെ പുരക്കകത്തിട്ട് വളർത്തണം, ആൺപിള്ളേരെ കയറൂരി വിടരുത്. എടി, ഇത്തരം ചിന്താഗതിയൊന്നും പാടില്ല. പിള്ളേരെ ഉണ്ടല്ലോ അറിവും സ്നേഹവും കൊടുത്ത് വളർത്തണം, അല്ലാത്തത് കൈവിട്ട് പോകത്തേ ഉള്ളൂ. അത് ആണായാലും പെണ്ണായാലും. നീ അത് ഓർത്തു വെച്ചു. ഞാനൊന്നും പറയുന്നില്ല. നീ ഒന്നും പറയാം. രണ്ടുപേരും വാദിച്ചു മടുത്തോ? എന്നാ ഓരോ ഗ്ലാസ് ചൂട് പായസം കുടിച്ച് ഒന്ന് ഉഷാറാവട്ടെ. കണ്ടോടി, എന്റെ മോളെ പായസം ഉണ്ടാക്കാനും പഠിച്ചു. ഒരപ്പനും മോളും. തേങ്ങ ചിരണ്ടാനും പിഴിയാനും ഞാൻ മാത്രം ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയത് ഞാനല്ലേ? അതെ. പപ്പ കുടിച്ചിട്ട് അഭിപ്രായം പറയണം. സൂപ്പർ ആയിട്ടുണ്ടോ? സൂപ്പർ. പുന്നാരമോൾ എന്ത് ചവറുണ്ടാക്കി തന്നാലും പപ്പയ്ക്ക് സൂപ്പറാ. സൂപ്പറാടി, സൂപ്പർ തന്നെ. എന്തേ ഈ അമ്മയ്ക്ക് അസൂയ? പിന്നെ അല്ലാതെ. എടാ, നന്നായിരിക്കണം നിന്നെ പോലെ. താങ്ക്സ് പപ്പ. ഓക്കേ, കുടിക്കടി നോക്കി നിൽക്കാതെ. എന്താ എത്ര ആലോചന? കിടക്കണ്ടേ? നേരെ ഒരുപാടായി. ഓരോന്ന് ഓർത്തിട്ട് വയ്യടൂ, എങ്ങനെ ഉറങ്ങാനാ? വന്നു കയറിയപ്പോ തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നേ. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരുന്നു. കർത്താവേ, കടലിൽ കൊണ്ട് കായം കലക്കിയതുപോലെയാ. എത്ര കൊണ്ട് അടച്ചാലും ബാങ്കുകാർ പറയുന്നത് പലിശയെന്നാ. ജപ്തി ചെയ്യോ? എനിക്ക് പേടിയാവുന്നു. ഇനിയുള്ള കാലം ഈ ഓട്ടോ ഉരുട്ടിക്കൊണ്ട് നടന്നാ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും എന്തെങ്കിലും ജോലിക്ക് പോവാം, വല്ല കടയിലെങ്കിലും. ഒരു നേഴ്സായ നിന്നെ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിയിരുത്തിയത് ഞാനാ. ഇനിയിപ്പോൾ കടയിലൊക്കെ നിന്നാ വേണ്ട, അതൊന്നും ശരിയാവില്ല. സാരില്ല, എല്ലാം നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിന്നെ മോളെയും കാണണമെന്നുള്ള ഒറ്റ ചിന്ത എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ വീണ്ടും ഗൾഫിലേക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുക. ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ചേട്ടൻ കൂടെ ഉണ്ടല്ലോ, അതാ എൻ്റെ ഒരു ആശ്വാസം. ആ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ദൈവം നമ്മൾ അങ്ങനെ കൈവിടുമോ? ഓരോ ദിവസവും തള്ളിവിടാൻ ചേട്ടൻ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുക. പക്ഷെ എന്നെ കൊണ്ട് എന്താടോ ഇത്? തൻ്റെ കണ്ണ് നിറഞ്ഞ എൻ്റെ ഉള്ള ധൈര്യം കൂടി പോവില്ലേ? കരയല്ലേ? എടി ആലീസേ, ഞാൻ ഇറങ്ങുവാണേ. ചേട്ടാ, ഇത് ചായ കുടിച്ചിട്ട് പോ. എടി, നേരം പോയി. ചൂടാണെങ്കിലേ ഒന്ന് ആറ്റി തന്നെ. ചെറിയ ചൂടേ ഉള്ളൂ. ഞാനേ ആ ബാങ്ക് മാനേജർ ഒന്ന് കണ്ട് കുറച്ച് സാവകാശം കിട്ടുമെന്ന് നോക്കട്ടെ. കർത്താവേ, ബാങ്ക് മാനേജർ സമ്മതിച്ചാൽ മതിയായിരുന്നു. സമ്മതിക്കൂടി. അല്ല, മോൾ എഴുന്നേറ്റില്ലേ? ഓ, അവളിപ്പോ എഴുന്നേക്കോ? കുഞ്ഞുവാവയല്ലേ? കുഞ്ഞുവാവേ? എടി, എഴുന്നേക്കാൻ പറ. പിന്നെ ക്ലാസ്സിൽ പോകേണ്ട സമയം കഴിഞ്ഞു. അവളോടെ വേഗം എഴുന്നേറ്റ് പോകാൻ പറ. മോളെ, നീ എന്തെടുക്കുക? അലീനെ, എവിടുന്ന ഈ ഫോൺ? എന്റെ കൂട്ടുകാരി രേഷ്മ തന്നതാ. വേണ്ട, അത് ശരിയാവില്ല. മറ്റുള്ളവരുടെ ഫോണൊന്നും നമുക്ക് ഉപയോഗിക്കണ്ട. അമ്മേ, അത്... മോളെ, പറയുന്ന കേൾക്ക്. ഇന്ന് തന്നെ ഇത് തിരിച്ചു കൊടുത്തേക്കണം. അമ്മേ പ്ലീസ്. നിനക്ക് പറ്റിയില്ലെങ്കിൽ ഇങ്ങതാ, ഞാൻ കൊടുത്തോളാം ഫോൺ. തിരിച്ചു കൊടുക്കണ്ടെന്ന് അവള് പറഞ്ഞു. പിന്നെന്താ? ദേ, പപ്പ അറിഞ്ഞ നല്ല തല്ല് കിട്ടും. അമ്മേ, ഞാനിത് വല്ലാതെ ആഗ്രഹിച്ചു പോയതാ. ദേ അല്ലു, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒരു പൊട്ട കീപാഡ് ഫോൺ കൊണ്ടാ ഞാൻ നാണം കെട്ടി നടക്കുന്നത്. അല്ലു, നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ട്. ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് എത്ര നാളായി? അത് പറയുമ്പോ കുറെ പ്രാരാബ്ദവും കഷ്ടപ്പാടും ഒക്കെ പറഞ്ഞു ഏൽപ്പിക്കും.
പറയുന്നതല്ല, ഞങ്ങൾ അനുഭവിച്ചതാ നിനക്ക് വേണ്ടി. ഗൾഫിലെ നല്ല ജോലി കളഞ്ഞിട്ടാ പാവം ഇവിടെ ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെടുന്നത്. താടി ഫോൺ ഇവിടെ. ഹലോ ഹലോ ഹലോ, എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? ഒരു ഫോൺ വാങ്ങി തന്നിട്ട് പോലും എന്താ വിളിക്കാത്ത നീ എന്നെ? ഡേ, ഇന്ന് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണം കേട്ടോ. നന്നായി മോളെ, ഞങ്ങളെക്കാൾ സ്വീറ്റിയായ ഒരാളെ നീ കണ്ടെത്തിയല്ലോ. സ്വന്തമായി തീരുമാനം എടുക്കാൻ നീ വളർന്നല്ലോ. മതി. അമ്മേ, എല്ലാം കൈവിട്ടു പോയപ്പോഴും ഞങ്ങൾ തളർന്നില്ല. നിന്നെ തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത് ഞങ്ങൾ സന്തോഷിച്ചു. അമ്മേ, ഞാൻ 5-ാം വയസ്സിൽ നിന്നെ ബാധിച്ച മാരകമായ രോഗം. നിന്റെ ജീവൻ തിരിച്ചു കിട്ടില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. എല്ലാം ഉപേക്ഷിച്ച് ഗൾഫിൽ നിന്നെത്തിയ പപ്പ സമ്പാദ്യവും അതിനപ്പുറം നിനക്ക് വേണ്ടി ചെലവഴിച്ചു. എന്റെ ജോലി പോലും വേണ്ടെന്ന് വെച്ചത് നിനക്ക് വേണ്ടിയായിരുന്നു. ഇന്നിപ്പോ ഈ വീട് ജപ്തിയില്ല. കടം വാങ്ങി ഇത്രയും നാൾ പിടിച്ചു നിന്നു. എന്നിട്ട് നീ ഞങ്ങളെ മനസ്സിലാക്കിയില്ലല്ലോ മോളെ. സോറി അമ്മേ, ഇനി നിങ്ങളെ ഞാൻ സങ്കടപ്പെടുത്തില്ല. ഫോൺ ഇന്ന് തന്നെ ഞാൻ തിരിച്ചു കൊടുത്തോളാം. അമ്മ വിഷമിക്കാതെ. പപ്പ ഇതറിഞ്ഞ പാവം നെഞ്ചു പൊട്ടിച്ചാവും. അമ്മേ, നിനക്ക് എന്തു പറ്റി മോളെ ഇങ്ങനെയൊക്കെ തോന്നാൻ? എത്ര പെട്ടെന്നാ നീ ഇങ്ങനെ മാറിപ്പോയത്? എനിക്കറിയില്ല അമ്മേ. ആ, ഞാനൊരു 10 മിനിറ്റിനകം എത്തുവേ. ഓക്കെ. ആരാ? ആ, സാറിനൊന്ന് കാണാൻ വന്നതാ. എന്താ എന്താ കാര്യം? സാറേ, ഞാൻ എൻ്റെ വീടും സ്ഥലവും വെച്ച് ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തിരുന്നു. അത് അടച്ചു തീർക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്നൊരു ജപ്തി നോട്ടീസ് വന്നിരുന്നു. എന്താ തൻ്റെ പേര്? ജോസ് എന്നാണ് സാറേ. ആ, തൻ്റേതടക്കം 2-3 കേസ് ജപ്തി നടപടിക്ക് വിട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പണം അടച്ചാൽ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കാം. സാറേ, ഉടനെ അടക്കാൻ നിവൃത്തിയില്ല. കുറച്ച് സാവകാശം തന്നാൽ. എടോ, ലോൺ എടുത്താൽ കൃത്യമായും പണം അടയ്ക്കണം. അല്ലാതെ ബാങ്ക് എങ്ങനെ നിലനിൽക്കും? സാറേ, എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ. അവളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് പണം ചിലവഴിച്ചു. എന്ന് പറഞ്ഞാലേ വായ്പ എടുത്തത് തിരിച്ചടക്കേണ്ടടോ. സാറേ, ഓട്ടോടി കിട്ടുന്ന കാശ് കൊണ്ട് ഒന്നിനും തികയുന്നില്ല സാറേ. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. സാറൊന്ന് മനസ്സ് വെച്ചാൽ. എനിക്കെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാർ എനിക്ക് കുറച്ച് സമയം നീട്ടി തന്നാൽ മതി. എങ്ങനെയെങ്കിലും ഞാൻ അടച്ചോളാം സാറേ. ഇതൊക്കെ ബാങ്കിൽ വന്ന് പറയേണ്ടതല്ലേ? എന്തിനാ വീട്ടിലേക്ക് വന്നത്? തിരക്കില്ലാതെ സാറിനെ ഒന്ന് നേരിട്ട് കാണാമെന്ന് വെച്ചാ. ആ, തൻ്റെ പേര് വന്ന ആ നോട്ടീസ് ഒന്ന് കാണട്ടെ. അതെവിടെ? അയ്യോ സാറേ, ഞാനത് എടുത്തില്ല. ആ, താൻ അതും എടുത്തോണ്ട് ബാങ്കിലേക്ക് പോരെ. ഓ. എന്താടി നിനക്കൊരു മൂഡ് ഓഫ്? ഏയ്, ഒന്നുമില്ല. ഇതാ നിന്റെ ഫോൺ. എന്താ നിനക്കിത് വേണ്ടേ? വേണ്ട, അത് ശരിയാവില്ല. അതെന്താ വേണ്ടെന്ന് പറഞ്ഞത്? വേണ്ട, അത്ര തന്നെ. നീ കാര്യം പറയേ. അലീന, നിൽക്ക്. ആലിസേ, മോളെ ആലിസേ. ആ, മാനേജറെ കണ്ടോ? ആ, കണ്ടു മോളെ. എന്തു പറഞ്ഞു? ഓ, അയാൾ നോട്ടീസുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു.
കർത്താവേ എല്ലാം കാത്തോളാം. അടക്കുവടി. അതെ മോളെന്തേ? മോള് സ്കൂളിൽ പോയി. നീ ആ നോട്ടീസ് എടുത്തോണ്ടേ. ജോസേ, ഓ ജോസേ. ഗോപ, എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? തന്നെ കാണാൻ എന്തിനാടോ മുന്നറിയിപ്പ്? വാ വാ ഇരിക്കി. ആ, അല്ല നീ എപ്പോ എത്തി? ഞാൻ ഇന്നലെ നാട്ടിൽ വന്നു. ആണോ? ആദ്യം തന്നെ നിന്നെ കാണാമെന്ന് വിചാരിച്ചു. അത് കൊള്ളാം. അപ്പൊ എന്നെ മറന്നില്ല. തന്നെ മറന്നാൽ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? അത് പിന്നെ എനിക്കറിയില്ലേ, നമ്മൾ അങ്ങനെയല്ലേ കഴിഞ്ഞിരുന്നത്. ആ ആ ആലിസേ, ഇത് ഗോപൻ, എൻ്റെ കൂടെ ഗൾഫിലുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. ആ. ആ ശരി, ഞാനൊന്ന് ചായ എടുക്കാം. ആ ചെല്ല്. ഓ എൻ്റെ ഗോപ, നീ ഇപ്പോഴും പക്കാ ഗൾഫുകാരൻ തന്നെ. നീയും പഴയ പ്രവാസിയല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പം വെറും ഒരു നാട്ടുകാരൻ. ശരിക്കും നാട്ടിലിപ്പോൾ എന്താ ചെയ്യുന്നത്? ഓ, ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നു. കിട്ടുന്നതൊക്കെ കണക്കാണ് ഗോപ. പിന്നെ എന്തെങ്കിലും ഒരു പണി വേണം. വൈഫ് എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ഏയ് ഇല്ല, സ്വസ്ഥം ഗൃഹഭരണം. അതൊരു വലിയ ജോലിയല്ലേ? പിന്നല്ലാതെ. ആ ദേ ചായ. ചായ കുടിക്കും. ഗോപ, നീ നാട്ടിൽ എത്ര നാളുണ്ടാവും? 2 മാസം ലീവുണ്ട്. ഓ അത് ശരി. എന്താ, ഗൾഫിലേക്ക് വരാൻ വല്ല പ്ലാനുണ്ടോ? പ്ലാനുണ്ടോയെന്ന് ചോദിച്ചാൽ പോണമെന്നുണ്ട്. എടാ, നാട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. ജീവിച്ചു പോകാൻ വലിയ പാടാണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വിസ ഞാൻ റെഡിയാക്കാം. 2 മാസം കഴിഞ്ഞ് ഒരുമിച്ച് പോവാം. ഒരുപാട് കടമുണ്ട് ഗോപ. ഞാനേ ബാങ്കിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് താൻ വന്നത്. വീടും പറമ്പൊക്കെ ജപ്തിയുടെ വക്കില. എന്നാ പിന്നെ കൂടുതലൊന്നും ആലോചിക്കണ്ട, താൻ റെഡി ആയിക്കോ. അവസരമുണ്ടായ പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, ഞാൻ തീരുമാനിച്ചു ഗോപ. ആ, എന്നാ ഞാൻ ഇടയ്ക്ക് വരാം. പെങ്ങളുടെ വീട് വരെ ഒന്ന് അത്യാവശ്യമായിട്ട് പോകാം. ആണോ? ശരി, ഇത് മോൾ കൊടുത്തേക്ക്. പോട്ടറാ. ആ ശരി. ആ അയ്യോ ചേട്ടാ, ദേ ഫോണാണല്ലോ. ആ കൊള്ളാലോ. അതെ, നമ്മുടെ മോൾക്ക് നല്ലൊരു ഫോണില്ലാത്തതല്ലേ, ഇത് അവൾക്ക് കൊടുക്കാം. കർത്താവേ നന്ദി. അതെ. ദാഹജലം തരുമോ എനിക്കു നീ ദാഹജലം തരും. ഇന്ന് ദാഹജലം അല്പം കൂടിപ്പോലെ രാമേന്ദ്രൻ ചേട്ടാ. എടാ യോസേ, ഓ. വെറും 2 അല്ല 3 ലാർജ് ഞാൻ അടിച്ചു. കണ്ടാലും പറയും. ചിലപ്പോ എണ്ണം തെറ്റിക്കണം അല്ലേ ചേട്ടാ? ഇനി എണ്ണിട്ടൊന്നും കാര്യമില്ല ആലീസേ, ഏറെക്കുറെയൊക്കെ തീരാറായി. അതറിയാമെങ്കിൽ പിന്നെ നിർത്തിക്കൂടെ രാമേന്ദ്രൻ ചേട്ടാ? അല്ലേ? അതെ, ഉള്ള സമയം ആസ്വദിച്ച് ജീവിക്കണം, അത്രേ ഉള്ളൂ. ചേട്ടനിന് മേലും കീഴും നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാ ബാധ്യതയും തീർത്ത് ഫ്രീ ആയില്ലേ? അത് കറക്റ്റ്. ഒരു മകളുണ്ടായിരുന്നു, എന്നെ വിവാഹം കഴിച്ച് അയച്ചു. അവരിപ്പോ ഗൾഫിലാ. മകൻ കെട്ടി, അവരും നല്ല ശമ്പളക്കാര്. പിന്നെ ഈ 7ാം കുല്ലി രാമചന്ദ്രൻ, ഞാൻ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക. മക്കൾ ആവശ്യത്തിന് കാശും തരുന്നുണ്ട്. അപ്പൊ പിന്നെ ചേട്ടൻ എന്താ കുഴപ്പം? എന്തൊക്കെ തന്നാലും മക്കളോടൊപ്പം സ്നേഹം അനുഭവിക്കാൻ യോഗം വേണ്ട യോസേ. അവരുടെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട രാമചന്ദ്രൻ ചേട്ടാ. ആയിക്കോട്ടെ, എന്റെ സന്തോഷം ഇങ്ങനെയൊക്കെയാ. കൂട്ടിനുണ്ടായിരുന്നോളൂ നേരത്തെ പോയി. ചേട്ടൻ പുറകെ വന്നേക്കാൻ പറഞ്ഞു. മതി, സമയമാകുമ്പം ഞാനും ചെല്ലും. എന്നാ വാ, നമുക്കേ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോവാം. വേണ്ട യോസേ, ഓ വീട്ടിൽ ചെന്നിട്ട് കൊച്ചുമക്കളെയൊക്കെ ഒന്ന് വിളിക്കണം. എന്നാ ശരി, ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാമ്പൊക്കെ
അത് കണ്ടോടി, അയാൾക്ക് വല്ല ടെൻഷനും ഉണ്ടോ? അതാണ് രാമേന്ദ്രൻ ചേട്ടൻ. അയാൾ ഭാഗ്യവാനാ. നീ വാ, വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ. ആ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും ആലീസ്. എടീ, ഗോപന്റെ വരോടെ ഗൾഫിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. പിന്നെ ബാങ്കിലെ കാര്യത്തിന് 6 മാസത്തെ സാവകാശവും കിട്ടി. ഓ, ഇപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയത്. ചേട്ടന്റെ നല്ല മനസ്സുകൊണ്ടാ എല്ലാം ശരിയായത്. ഹ, നിന്റെ മനസ്സെന്താ മോശമാണോ? അത്രത്തോളം ചേട്ടൻ അനുഭവിച്ചില്ലേ? എടീ, എല്ലാ കഷ്ടപ്പാടിനും നിഴലുപോലെ കൂടെ നിന്നവളാ നീ. എടീ, അതിൻ്റെ ഫലമാണ് ഇതൊക്കെ. മോളുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ അനുഭവിച്ചതൊന്നും ഒരു വിഷമായിട്ട് തോന്നിയിട്ടില്ല. അല്ല, പുതിയ ഫോൺ കിട്ടിയപ്പോൾ മോൾക്ക് സന്തോഷമായോ? ആ, അത് ഞാൻ കൊടുത്തില്ല. അതെന്താ? അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യോ? ഈ രാത്രി മുഴുവൻ നീ പറയുന്നത് കേൾക്കാൻ ഞാൻ റെഡിയാ. ഞാൻ പറയുന്നത് കേട്ടിട്ട് ചേട്ടൻ ബഹളമൊന്നും വെക്കരുത്. എടീ, നീ കാര്യം പറയും. നമ്മുടെ മോൾക്ക് അവൾക്കൊരു ചെറുക്കനോടൊരിഷ്ടം. ഓ, അത്രേ ഉള്ളൂ. എടീ, അതൊക്കെ പ്രായത്തിൻ്റെയാ. നീ അത് വിട്ടുകളയി. വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. അല്പം സീരിയസ് ആയിരുന്നു. എന്നിട്ട് നീ അവളെ തല്ലിയോ? ഇല്ല, അവൻ്റെ പേര് രാഹുൽ എന്നാ. അവൻ മോൾക്കൊരു ഫോൺ കൊടുത്തു. അവളത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ കയ്യോടെ പിടിച്ചു. എല്ലാം സമ്മതിച്ചു. ഇനിയൊരു തെറ്റും ചെയ്യില്ലെന്ന് സത്യവും ചെയ്തു. ഫോണും തിരിച്ചു കൊടുത്തു. എൻ്റെ കർത്താവേ, എൻ്റെ മോൾക്ക് ഈ ദുർവിധി തോന്നിയല്ലോ. എല്ലാം അവസാനിച്ചെങ്കിലും ചേട്ടനോടിത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സ് വിങ്ങും. ആലിസേ, നിന്നെപ്പറ്റി എനിക്കിപ്പോൾ അഭിമാനം തോന്നുന്നത്. എനിക്കിനി ധൈര്യമായിട്ട് ഗൾഫിലേക്ക് പോവാം. കുടുംബം നിൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ള സമാധാനത്തോടു കൂടി. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്ന ഓർത്ത് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഗൾഫിൽ ചെന്നാലും ഇതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. ഒരു പ്രവാസി അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസികാവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? അവരുടെ ജോലിയുടെ കഷ്ടപ്പാടൊന്നുമല്ല. അവൻ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ഭാര്യയും മക്കളും അവനെ മറന്ന് മറ്റു സുഖം തേടിപ്പോയി എന്ന വാർത്ത കേൾക്കുമ്പോഴാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആവില്ല. എനിക്കറിയാം, നിന്നെപ്പോലെ ഒരാളെ ഭാര്യയായി കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. ആലിസേ, ഇന്നുവരെ നമ്മുടെ മോൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കണ്ണീരൊഴുക്കി. ഇനി നമ്മളുടെ രണ്ടുപേരുടെ മരണം വരെയും നമ്മുടെ മോളുടെ കണ്ണ് നിറയരുത്. എടി, അവളുടെ സന്തോഷത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അവൾ നമ്മളെ വിട്ടുപോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? കഴിയില്ലടി. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? മോളെ വാടാ. എന്താടാ? ഇരിക്കി, കരയാതടാ. പപ്പ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. സോറി പപ്പ, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല. അതൊക്കെ മോള് തന്നെ തിരുത്തി നല്ല മിടുക്കി കുട്ടിയായില്ലേ? പിന്നെ എന്താ? ആ ആലിസേ, നീ ആ ഫോണിങ്ങെടുത്തേ. ആ ദേ, മോൾ ആഗ്രഹിച്ചതുപോലെ നല്ല ഒന്നാം തരം ഒരു ഫോൺ കിട്ടി. ഇനി നമ്മുടെ കാലമാണ് മോളെ. പപ്പ ഗൾഫിൽ പോവല്ലേ? അപ്പൊ നമ്മുടെ അലീനക്കുട്ടി ആരാ? രാജകുമാരിയല്ലേ? ക്യൂൻ ഓഫ് ഹലീന. ചിരിക്കടാ.